പക്ഷേ ഇപ്പം ഞാൻ വിത്ത് പാവുന്നതുകൊണ്ട് ഈ പാൽക്കവറിനകത്താണ് ഞാൻ പാവാൻ പോകുന്ന വിത്ത്. അപ്പോൾ പാവലിൻ്റെ ഈ ചുമന്ന പയറിൻ്റെ വിത്ത് ഞാൻ കുറച്ച് പാവി വെച്ചിട്ട് കിളുത്ത് കഴിഞ്ഞിട്ട് ഇത് നടുന്ന വീഡിയോ നിങ്ങൾക്ക് പിന്നെ അത് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ അമ്പലക്കവറിനകത്ത് പച്ചക്കറി കിളിക്കുമോ എന്നുള്ളൊരു കളിയാക്കിയ രീതിയിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയായാലും ഞാൻ പറയുവാണ്, ഞാൻ ഈ വള്ളിപ്പയർ ഒരു സമയത്ത് ഞാനുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഞാൻ നിരത്തി, ഞാൻ അമ്പലക്കവറിനകത്ത് ഈ ഭാഗത്ത് നിരത്തി. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടേ. ഇത് അപ്പോൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് വള്ളിപ്പയർ ഞാൻ വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വേറെ പുറത്തുനിന്ന് മേടിച്ച് വളങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. ആ വള്ളിപ്പയർ എനിക്ക് കിട്ടി, ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇഷ്ടം പോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോഴങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു അമ്പലക്കവറിനകത്ത് കിളിക്കുമോ എന്നൊരു സംശയ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കിളിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കിളിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് അതിൻ്റെ ആദായം ഞാൻ പറിച്ച് ഉപയോഗിച്ചിട്ടുമുണ്ട്, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് അമ്പലക്കവർ കളയുന്നത് എന്നും പറഞ്ഞ് നമ്മൾ മരങ്ങൾ നട്ട് വളർത്തണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചെറിയ പച്ചക്കറികൾ എന്ന് വെച്ചാൽ തക്കാളിക്ക, വെണ്ടയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക വലിയ പൊക്കത്ത് വളരുന്നതല്ല, ചെറിയ കുറ്റി വെണ്ടയ്ക്ക പോലുള്ള അതൊക്കെ നമുക്ക് നടാൻ പറ്റും. അത് നമ്മൾ 2 കവറിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല കട്ടിക്കിരുന്നുള്ളൂ. 2 കവറായിട്ട് നമ്മൾ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല കട്ടിക്കിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുവാണ്. അത് കേൾക്കാൻ എല്ലാവർക്കും ഒന്ന് കേൾക്കുമ്പോൾ ചെയ്ത് നോക്കൂ. ഒരു കവറിലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാവുമല്ലോ ഞാൻ പറഞ്ഞെന്തുവാന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്താണ് ഇന്ന് ഈ 2 വിത്തുകളും പാവാൻ പോകുന്നത്. അപ്പോൾ മണ്ണ് ആവാനുള്ള കാര്യങ്ങൾ ഈ കവറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാം. പിന്നെ നമ്മൾക്ക് ഈ ആമ്പൽക്കവറിനകത്ത് നമ്മൾ മണ്ണും കരിയിലൊക്കെ ഇട്ട് മിക്സാക്കിയ മണ്ണ് കൊണ്ട് വെച്ചിട്ട് നമുക്കിത് കൊണ്ടുവന്ന് പൊട്ടിച്ച് നടുവേ കീറി പൊട്ടിച്ചിട്ട് ആ മണ്ണോടെ എടുത്ത് നമുക്ക് നമ്മുടെ വിത്ത് കിളിച്ച തൈ നമുക്ക് നടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഈ കവർ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് കൊണ്ടുവന്ന് ഈ നമ്മുടെ കവർ കൊടുക്കുന്നവരെ കൈ കൊടുക്കാൻ വേണ്ടി നമ്മൾ പറക്കി വെക്കുമല്ലോ, അതിനകത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് വെച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്കിത് എടുത്ത് കത്തിക്കൊന്നും വേണ്ട. ഈ എടുക്കാൻ വരുന്ന ചേച്ചിമാർ കണ്ടിട്ടുണ്ട്, ഞാനിങ്ങനെ നടുന്നത് കണ്ടിട്ടുണ്ട്. അവരെന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, അവരെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. പക്ഷെ നമ്മൾ കത്തിച്ച് കളയുന്നില്ലല്ലോ, നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളത് കളയുമ്പോൾ നമ്മളത് പറക്കി അതിനകത്ത് തന്നെ വെച്ച് ഉണ്ട്. 10 കവറില 5 കവറിനകത്ത് വെച്ച് പാവലും 5 കവറിനകത്ത് പയർ വിത്തുമാണ് ഞാൻ ഇപ്പോൾ പാകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇത് കിളുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെനിക്ക് കാണിക്കണം, പറിച്ച് നടുന്നത് കാണിക്കണം. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പറിച്ച് നടുന്നതായിട്ട് അമ്പലക്കവറിനകത്ത് നടുന്നതായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വിത്ത് പാവുന്നത് നിങ്ങളെ കാണിക്കാൻ പോവാണ്. വെള്ളത്തിൽ മണ്ണ് നിറയ്ക്കണം. വിത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ മണ്ണ് നിറയ്ക്കാം. നിറച്ച് വെക്കാമേ, നമുക്കെല്ലാം നിറച്ച് വെക്കാം. അതിനകത്തെല്ലാം ഞാൻ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒഴിച്ച് ഒന്ന് നനച്ച് കൊടുക്കുക. നമ്മൾ 2 വിത്ത് വെച്ച് വേണം ഞാൻ ഇതിനകത്ത് പാവാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുഴിച്ചിങ്ങനെ വെക്കുന്നില്ല, ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് മണ്ണിങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. മണ്ണും കൂടെ ബാക്കി നടണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ലോങ് വീഡിയോയിൽ നിങ്ങളെ കാണിക്കണം. എനിക്ക് നല്ല വിശ്വാസം നിങ്ങൾക്ക് വരണ്ടേ. പയർ എവിടെ വെട്ടാലും കിളിത്തോളും. എന്നാലും ഞാനിങ്ങനെ കവറിനകത്ത് നടണ്ടേക്ക് ഞാനിങ്ങനെ പാവി കിളിപ്പിക്കുക കേട്ടോ. അല്ലാതെ നമ്മളല്ലാത്ത തടം പോലെ എടുത്തിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് മണ്ണ് കളച്ചെടുത്തിട്ട് നമ്മൾ പാവിയാലും പയർ പിടിച്ചോളും. പിന്നെ വളർന്നു കഴിയുമ്പോൾ അതിൽ നോക്കിയാൽ മതി.
ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, വിളവെടുക്കുന്ന കാണിക്കുന്നില്ലെന്ന് ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചേച്ചിമാരോടായാലും അമ്മമാരോടായാലും പറയാനുള്ളത് ഞാനെല്ലാം എനിക്കിപ്പോഴാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അത് കിളുത്ത് കഴിയുമ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ 50 പൈസ കവറിനകത്തുകൊണ്ട് വർക്ക് വെച്ചേക്കുന്നുണ്ടോ, ആ 50 പൈസ കവറിനകത്തെല്ലാം ഞാൻ നടുന്നതായിരിക്കും. അതിന് മുമ്പ് ഈ പാവൽ എനിക്ക് നടണം. പാവൽ ഇതുപോലെ നട്ട് വേണം കിളുത്ത് നടാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, അതേ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കുക. എന്തുവായാലും കിളിക്കും. അതുപോലെ നമ്മൾ ഇത് കിളുത്ത് കഴിയുമ്പോൾ ഈ കവർ നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ വെക്കുന്ന ഏത് കവറിനകത്താണോ അതിൽ താഴ്ത്തി നമുക്ക് വെക്കാം. ചാക്കിലായാലും കവറിനകത്തായാലും എന്തിനായാലും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.